ഇന്ത്യൻ സ്റ്റുഡൻസിന് യുകെയിൽ നഴ്സിംഗ് പഠിക്കാൻ വലിയ ഡിമാൻഡാണ്. എലിജിബിലിറ്റി, ഫീസ്, ജോബ് സ്കോപ്പ്, ലൈസൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിനെ കുറിച്ചാകാം. ഇവിടെ വരുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്നല്ലേ? നഴ്സിംഗിന്റെ ബാച്ചിലേഴ്സും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സും അവൈലബിൾ ആണ്. ബാച്ചിലറിന്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 വർഷവും മാസ്റ്റേഴ്സിന്റെ 2 വർഷമാണ് കോഴ്സ് വരുന്നത്. അതുമാത്രമല്ല, ഇവിടെ എന്തൊക്കെയാണ് എൻട്രി ക്രൈറ്റീരിയ എന്ന് അറിയേണ്ടത്. പ്ലസ് ടു ഇപ്പൊ ബയോളജി ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് 60 മുതൽ 65%, അതുപോലെ തന്നെ IELTS ആണ് നമുക്ക് 6.5 ആണ് സ്കോർ വേണ്ടത്. ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് MOI, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. PG എടുക്കുന്ന കുട്ടികളാണെങ്കിൽ 13 ഏജ് ബിലോ വരെ അവിടെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണല്ലേ? യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയർ, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ, കൊവൻട്രി യൂണിവേഴ്സിറ്റി, ഇത് മാത്രമല്ല ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ട്യൂഷൻ ഫീസ് ആണെങ്കിലോ 30,000 പൗണ്ട്സ് മുതൽ 70,000 പൗണ്ട്സ് വരെയാണ് വരുന്നത്. ലൈസൻസ് ആഫ്റ്റർ കോഴ്സ്, അതായത് നമ്മൾ മസ്റ്റ് ആയിട്ടും NMC രജിസ്റ്റർ ചെയ്യണം. NMC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിൽ. എന്നാൽ മാത്രമേ നമുക്ക് യുകെയിലുള്ള NHS, അതായത് യുകെയിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. UK nurses are in the shortage occupation list, അതായത് അവിടെ 30 തൊട്ട് 40 ലക്ഷം വരെയാണ് പെർ ഇയർ സാലറി ലഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, NHS ഒരു ഫുൾ ടൈം ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് PR ലഭിക്കാനുള്ള ഒരു ഈസി വേ ആണ്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ പഠിച്ചതിന് ശേഷം നമുക്ക് 2 ഇയർ ആണ് നമുക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് UK പോയി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലോ, ടുഡേ ഇറ്റ്സെൽഫ് കോൺടാക്ട് ഗ്ലോബൽ സ്പേസ് സ്റ്റഡി അബ്രോഡ്.